അണ്ടർ 19 ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെ പുറത്താക്കി ഇന്ത്യ. സൂപ്പർ സിക്സിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയോട് പരാജയപ്പെട്ട പാകിസ്ഥാൻ സെമി ഫൈനൽ കാണാതെ പുറത്തായിരിക്കുകയാണ്. 58 റൺസിനായിരുന്നു ഇന്ത്യ ജയിച്ചത്. ഇതോടെ ഇന്ത്യ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കടന്നിരിക്കുകയാണ്. ബുധനാഴ്ച നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യയുടെ എതിരാളി അഫ്ഗാനിസ്ഥാനാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒരു പന്ത് ബാക്കി നിൽക്കെ 252 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ ആകട്ടെ വിജയ റൺ മറികടക്കാനാകാതെ 22 പന്ത് ബാക്കി നിൽക്കെ 194 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗിലും ബൗളിംഗിലും ഓൾറൗണ്ട് പ്രകടനം കാഴ്ചവെച്ച കനീഷ് ചൗഹാനാണ് കളിയിലെ താരമായി മാറിയത്. തുടക്കത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച നേരിടേണ്ടി വന്നു. ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശി 22 പന്തിൽ 30 റൺസും ആരോൺ ജോർജ് 25 പന്തിൽ 16 റൺസുമാണ് നേടിയത്. ക്യാപ്റ്റൻ ആയുഷ് മാത്ര 0-ന് പുറത്തായപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ വിഹാൽ മൽഹോത്ര 21 റൺസിനും സ്ഥിരതയാർന്ന ബാറ്റിംഗ് പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന അഭിയാൻ കുണ്ടു 16 റൺസുമാണ് നേടിയത്. തകർച്ച നേരിട്ട ഇന്ത്യക്ക് ഭേദപ്പെട്ട സ്കോർ നേടിക്കൊടുത്തത് വേദാന്ത് ത്രിവേദിയുടെ അർദ്ധ സെഞ്ചുറിയായിരുന്നു. 98 പന്തിൽ ഒരു സിക്സും 2 ഫോറും അടക്കം 68 റൺസാണ് താരം നേടിയത്. 35 റൺസുമായി കനീഷ് ചൗഹാനും 29 റൺസുമായി അംബരീഷും 21 റൺസുമായി ഹിലാൻ പട്ടാലും ബാറ്റിംഗിൽ വാലറ്റത്ത് തിളങ്ങി. മികച്ച തുടക്കം ലഭിച്ച പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു. എന്നാൽ ഹിലാൻ പട്ടേലും ആയുഷ് മാത്രയും ചേർന്ന് പാകിസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ തകർക്കുകയായിരുന്നു. ഇരുവരും 3 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ മറ്റു ബൗളർമാർ ഓരോ വിക്കറ്റ് വീതം ഇന്ത്യക്ക് വേണ്ടി വീഴ്ത്തി.